ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചുള്ള ഒരു ഫ്ലവറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി പേപ്പർ എടുത്തിട്ട് നമ്മൾ അത് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് അത് കഴിഞ്ഞ് ഒരു ഈർക്കിൽ ഉപയോഗിച്ച് അത് പിറകിലോട്ട് മടക്കി ഒതുക്കി എടുക്കണം. പേപ്പറുകൾ കടയിൽ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇച്ചിരി രൂപയൊക്കെ ഉള്ളൂ. ഏത് കളർ വേണേലും കിട്ടും. അത് മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഓരോ പൂവിൻ്റെ പെറ്റൽ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പേപ്പറുകൾ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും. ഓൺലൈനിൽ കൂടെ വാങ്ങിച്ചാൽ നല്ല ലാഭമാണ്. ഏത് കളർ വേണേലും കിട്ടും. ഈ ഓരോ പെറ്റലും ഇങ്ങനെ ഈർക്കിൽ കയറ്റി അതിങ്ങനെ റെഡിയാക്കി എടുക്കണം. എല്ലാം ചെയ്തു വരണേ കുറേ നേരം പിടിക്കും. ക്ഷമയാണ് ആവശ്യം. പേപ്പർ കീറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ ബലം പ്രയോഗിക്കരുത്. ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ പേപ്പറുകൾ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ച് ഏതുതരം പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും. പൂക്കൾ ഉണ്ടാക്കുന്നതിന് നമ്മൾ ഫാബ്രിക് ക്ലോത്ത് ഉപയോഗിക്കും. പിന്നെ സാറ്റിൻ റിബൺ, ഈ കുട്ടികൾ തലയിൽ കെട്ടിക്കൊണ്ട് വന്ന നമ്മുടെ സാധാ റിബൺ, അതൊക്കെ വെച്ച് നമുക്ക് പൂക്കളുണ്ടാക്കാം. ഇപ്പം പ്ലാസ്റ്റിക് കവറുകൾ വരെ ഉപയോഗിച്ച് നമുക്ക് പൂക്കൾ ഉണ്ടാക്കാം. ഈ വാഴയില, ഉണങ്ങിയ വാഴയില, ഇതൊക്കെ കൊണ്ട് പൂക്കളുണ്ടാക്കാൻ പറ്റും. കുറച്ച് സമയവും ക്ഷമയും ഉണ്ടെങ്കിൽ ഇതെല്ലാം നല്ല നല്ല പൂക്കളുണ്ടാക്കണം. അല്ലെങ്കിൽ പൂക്കളൊക്കെ കുളമായി. ഇങ്ങനെ ഓരോ പെറ്റലും ഇങ്ങനെ ഈർക്കിൽ വെച്ചിട്ട് ഓരോ പെറ്റലും ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും ഇത് ശരിയാക്കണമെങ്കിൽ. ഇങ്ങനെ ഇതിനനുസരിച്ച് ഈർക്കിൽ അതിനകത്തോട്ട് വെച്ചിട്ട് വലിച്ചെടുക്കുകയാണ്.